പാലക്കാട്ടുകാർ കല്യാണത്തിൻ്റെ തലേദിവസം വിളമ്പുന്ന ഒരു കറിയാണ് കുമ്പളങ്ങ ചിക്കൻ കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പൊട്ടറ്റോ ഒക്കെ ഇട്ട് വെക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ. പക്ഷേ ഇന്ന് കുമ്പളങ്ങ ഇട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ. ഇതിൽ ഞാൻ എൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് കുമ്പളങ്ങ ഉപയോഗിച്ചിരിക്കുന്നത്. കുമ്പളങ്ങ കിട്ടാത്തതുകൊണ്ട് വെള്ളരിക്കയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, വറ്റൽമുളക് അത്രയും ഞാൻ ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം മീഡിയം ആണെങ്കിൽ 2 ചേർക്കാം, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് ഇളക്കിയിട്ടും മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ വളരെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയുടെ ഫ്ലേവറും അതുപോലെ എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ എൻ്റെ കളറിന് ഇത്തിരി വ്യത്യാസം വന്നാലോ എന്ന് കരുതിയിട്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയാണ് മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി മസാലപ്പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴന്ന് ആ റോസ് മില്ലൊക്കെ പോയ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ചിക്കൻ കഷ്ണങ്ങളൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കൻ ഒരു 3/4 വേവ് വരെ ചെയ്തെടുക്കണം കേട്ടോ, വേവിച്ചെടുക്കണം. എന്നിട്ട് 3/4 വേവിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയോ അല്ലെങ്കിൽ വെള്ളരിക്കയോ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കൻ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്കിട്ടിട്ട് ബാക്കിയും കൂടി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയാണെങ്കിൽ ഇച്ചിരി അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തിടുകയാണ് നല്ലത്. കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് പോകും. വെള്ളരിക്കാണെങ്കിൽ അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അധികം വെന്ത് പോകാതിരിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അല്ലെങ്കിൽ വെന്ത് പോവുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ഒക്കെ ആകെ അലിഞ്ഞ് സ്മാഷായി പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്യുക. കുമ്പളങ്ങയാണെങ്കിൽ ഇച്ചിരി വലുതാക്കി കട്ട് ചെയ്യാം. കുമ്പളങ്ങയും കൂടി ഇട്ട ശേഷം വെള്ളരിക്ക ഇട്ട ശേഷം ഒരു 2-3 മിനിറ്റ് മതിയാവും, പെട്ടെന്ന് കുക്കായി വരും കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കണം. അരപ്പെന്ന് പറയാനായിട്ട് തേങ്ങയും ഞാൻ ജീരകവും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്താണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഉള്ളി കാച്ചി ഇടണം കേട്ടോ. ഇപ്പോൾ പാലക്കാട് സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അരപ്പ് ചേർത്ത ശേഷം കടുക് വറുക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഇതിനകത്തോട്ട് ഉള്ളി കാച്ചിയിടാണ് കേട്ടോ. ഉള്ളിയും മുളകും കൂടി വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ട് ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അത്യാവശ്യം ഉപ്പൊക്കെ ഇടാം, ഉപ്പും എരിവൊക്കെ നോക്കാം കേട്ടോ. ഇനി ജസ്റ്റ് അരപ്പ് ചേർത്ത ശേഷം ഒന്ന് 2-3 മിനിറ്റ് ആ തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേസമയം തന്നെ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ട് ഒരു കളർ കിട്ടാനായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് മുരിഞ്ഞ് വന്ന ശേഷം നമുക്കതേ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാടത്തെ സ്പെഷ്യൽ കുമ്പളങ്ങ ചിക്കൻ കറി, കുമ്പളങ്ങയല്ല വെള്ളരിക്കയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നാലും ഞാൻ പറയുമ്പോൾ കുമ്പളങ്ങ ചിക്കൻ കറി റെഡി ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു എന്നും വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കറിയൊക്കെ ആയിട്ട് നല്ല നീട്ടി കറിയൊക്കെ ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു കറി നല്ലതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ ചപ്പാത്തിക്കും കഴിക്കാം കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് ഏതിൻ്റെ കൂടെയും പോകും, ബ്രെഡിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ കുമ്പളങ്ങി ചിക്കനൊന്നും എപ്പോഴും വെക്കുന്നതല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ കുറേ നേരം ഇരുന്നപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടോ. അപ്പോൾ നല്ല ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.